നമസ്കാരം. മീഡിയ കമ്പാനിയൻ്റെ വളരെ പ്രധാനപ്പെട്ട ഒരറിയിപ്പാണ് ഈ സമയത്ത് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. കാരണം കഴിഞ്ഞ ദിവസം നമുക്ക് ക്ഷേമ പെൻഷൻ്റെ വിതരണം നടത്തി. ഈ ക്ഷേമ പെൻഷനിൽ സാമൂഹിക സുരക്ഷാ പെൻഷൻ, ക്ഷേമനിധി ബോർഡ് ആനുകൂല്യങ്ങൾ ഇതെല്ലാം തന്നെ നമ്മളുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് എത്തിക്കഴിഞ്ഞിരിക്കുകയാണ്. പക്ഷേ ഈ സമയത്ത് തന്നെ ഇതിനോടൊപ്പം വിതരണം ചെയ്യേണ്ടിയിരുന്ന 1000 രൂപ വീതമുള്ള പ്രതിമാസ പെൻഷൻ പദ്ധതിയായിട്ടുള്ള വീട്ടമ്മ പെൻഷൻ പദ്ധതി, ഈ സ്കീമിൻ്റെ ആനുകൂല്യം നമ്മളുടെ അക്കൗണ്ടിലേക്ക് ലഭിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ ഒരുപാട് ആളുകൾ, പ്രത്യേകിച്ച് 18 ലക്ഷത്തോളം ആളുകളാണ് പദ്ധതിയിലേക്ക് അപേക്ഷ വെച്ചത്. ഇതിൽ അപ്രൂവ് ആയിട്ടുള്ള ആളുകൾ 16,40,000-ഓളം വരും. അങ്ങനെയുള്ളവരും ഈ ഒരു ആനുകൂല്യം ഈ സമയത്ത് തന്നെ 25-ാം തീയതി തന്നെ ലഭിക്കേണ്ട പെൻഷൻ ആനുകൂല്യമാണ്. പക്ഷേ അത് മുടങ്ങിയിരിക്കുകയാണ്. ഇനി ഈ ഒരു പദ്ധതി, സ്ത്രീ സുരക്ഷ എന്ന് പറയുന്ന പദ്ധതി മുൻ ഗവൺമെൻറ്റാണ് കൊണ്ടുവന്നത്. അതുകൊണ്ട് തന്നെ പുതിയ സർക്കാർ വന്നപ്പോൾ പദ്ധതിയിൽ എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ടോ, പദ്ധതി നിർത്തിയോ എന്നൊക്കെ ഒരുപാട് ആളുകൾ ചോദിച്ചിരുന്നു. അപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അറിയിപ്പ് ഈ സമയത്ത് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുകയാണ്. ആനുകൂല്യത്തിൽ നമുക്ക് ഏപ്രിൽ മാസം മുതലുള്ള തുക ലഭിക്കാനുണ്ട്. അതായത് ഇപ്പോൾ മെയ് മാസമായി, ഒരു ഗഡു കുടിശ്ശിക വന്നിട്ടുണ്ട്. ഈ മാസം മെയ് മാസത്തെ ധനസഹായവും ഇപ്പോൾ വിതരണമില്ല എന്നൊരു അറിയിപ്പാണ് വന്നിട്ടുള്ളത്. ജൂൺ മാസം 19-ാം തീയതി സംസ്ഥാന ബഡ്ജറ്റിന് ശേഷമായിരിക്കും ഇനി ഈ പദ്ധതിയുടെ തുക വിതരണം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നടത്തുക. ധനവകുപ്പിൻ്റെ ഭാഗത്തു നിന്ന് ഈ ഒരു പദ്ധതിയിലേക്ക് വേണ്ട അലോക്കേഷൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ, അതായത് ഒരു വർഷത്തേക്ക് വേണ്ട ധനസഹായങ്ങൾ നീക്കി വെക്കേണ്ടതുണ്ട്. അതുമാത്രമല്ല, പുതുതായിട്ട് ആളുകളെ ചേർക്കുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ, APL റേഷൻ കാർഡിൽ ഉൾപ്പെട്ട സാധാരണക്കാരെ കൂടി പരിഗണിക്കണമോ, അതോടൊപ്പം തന്നെ നിലവിൽ ഇപ്പോൾ ലഭിക്കുന്നവർക്ക് 1000 രൂപ വീതം വാങ്ങുന്നവർക്ക് ഈ നിരക്കിൽ നിന്ന് മാറ്റങ്ങൾ വരുത്തണമോ, ഇങ്ങനെയുള്ള പല കാര്യങ്ങളിൽ സംസ്ഥാന സർക്കാർ ബഡ്ജറ്റിലൂടെയായിരിക്കും പ്രഖ്യാപനങ്ങൾ നടത്തുക. അതുകൊണ്ട് തന്നെ നമ്മൾ അല്പം കൂടി കാത്തിരിക്കണമെന്നൊരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി ഇത് മാത്രമല്ല, ഏപ്രിൽ മാസത്തെ വിതരണം നടത്തുന്നതിന് വേണ്ടി മുൻപ് ഉത്തരവുണ്ടായിരുന്നു എന്നാണ് കരുതുന്നത്. അങ്ങനെയാണെങ്കിൽ ഒരു പക്ഷേ 1000 രൂപ ലഭിച്ചേക്കാം. അങ്ങനെ വിതരണം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഉദ്യോഗസ്ഥർ നമ്മളെ അറിയിക്കും. ആ സമയത്ത് തന്നെ വീഡിയോയിലൂടെ ഈ കാര്യങ്ങൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാം. അപ്പോൾ തീർച്ചയായിട്ടും ഇതിൻ്റെ തുടർന്നുള്ള ഓരോ അപ്ഡേഷന് വേണ്ടിയും നമ്മുടെ ചാനൽ കൃത്യമായിട്ട് നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കുക. ഗവൺമെൻറ്റിൻ്റെ വിവിധ ക്ഷേമ പദ്ധതിയും മറ്റു പൊതു അറിയിപ്പുകളുമാണ് കൃത്യസമയത്ത് നമ്മൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. 25-ാം തീയതി നമുക്ക് ലഭിക്കേണ്ട സാധാരണഗതിയിൽ പുതുതായിട്ട് കൊണ്ടുവന്ന ഒരു പെൻഷനാണിത്. അപ്പോൾ ആ സമയത്ത് തന്നെ ചേർത്ത് നമുക്ക് ലഭിക്കേണ്ട പദ്ധതിയായിരുന്നു ഇതിൻ്റെ 1000 രൂപയും. പക്ഷേ വിതരണം നടന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ കൃത്യമായിട്ട് ഉദ്യോഗസ്ഥർ, അതോടൊപ്പം തന്നെ ബന്ധപ്പെട്ട വകുപ്പുകൾ, ഗവൺമെൻറ് ഈ സമയത്ത് നമുക്ക് നൽകുന്ന അറിയിപ്പ് ഈ രീതിയിലാണ്. പുതിയ ബഡ്ജറ്റിന് ശേഷമുള്ള കാര്യങ്ങൾ അതായിരിക്കും സ്ത്രീ സുരക്ഷാ പദ്ധതിയിലൊക്കെ നടപ്പിലാക്കുക. നിലവിൽ അപേക്ഷ വെച്ച, അതായത് ലക്ഷക്കണക്കിന് 16 ലക്ഷത്തിന് മുകളിൽ ഗുണഭോക്താക്കൾക്ക് അപ്രൂവ് ആയിട്ടുണ്ട്. അങ്ങനെയുള്ളവരെ നിരാശപ്പെടുത്തുന്ന വാർത്തയൊന്നും തന്നെ തുടർന്ന് വരാൻ സാധ്യതയില്ല. പരിപൂർണമായിട്ട് ഈ പദ്ധതി തുടരുകയും പുതിയ മാറ്റങ്ങളോടെ തന്നെ അവതരിപ്പിക്കുകയും ചെയ്യാനായിട്ടാണ് പുതിയ സർക്കാരും ഒരുങ്ങുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും സ്ത്രീ സുരക്ഷാ പെൻഷൻ പദ്ധതിയിലെ ഇപ്പോൾ അപേക്ഷ വെച്ചിട്ടുള്ള മുൻഗണനാ റേഷൻ കാർഡ് ഉടമകളായിട്ടുള്ള 35-നും 60 വയസ്സിനും ഇടയിൽ പ്രായമുള്ള സ്ത്രീ ഗുണഭോക്താക്കൾ ഇതൊരു പ്രധാന അറിയിപ്പായിട്ട് തന്നെ സ്വീകരിക്കുക. അതോടൊപ്പം തന്നെ ഈ കാര്യങ്ങളെ സംബന്ധിച്ച് എന്തെങ്കിലുമൊക്കെ സംശയങ്ങളുള്ളവരെ സംബന്ധിച്ചിടത്തോളം അവരിലേക്ക് കൂടി ഈ അറിയിപ്പ് ഷെയർ ചെയ്തെത്തിക്കുക. വിതരണം ഏതെങ്കിലും രീതിയിൽ ഏതെങ്കിലും ഇൻസ്റ്റാൾമെൻറ്റുകൾ നടത്തുകയാണെങ്കിൽ കൃത്യമായിട്ട് അതിൻ്റെ അപ്ഡേഷൻ കൃത്യസമയത്ത് തന്നെ നിങ്ങളിലേക്ക് നമ്മൾ എത്തിക്കുന്നതുമായിരിക്കും. വളരെ പ്രധാനപ്പെട്ട ഒരു ഇൻഫർമേഷൻ ഷെയർ ചെയ്തത്. ഇതുപോലുള്ള അറിയിപ്പുകൾക്ക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഫോളോ ചെയ്യുക.